പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ജൂൺ മാസം 2-ാം തീയതി ചൊവ്വാഴ്ച. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീയല്ലാതെ ഒരുത്തനുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയും ഇല്ല. ഇന്ന് നാം ധ്യാനിക്കുന്നതായ വചനം ഹന്നായുടെ സ്തുതിഗീതത്തിൽ നിന്നുള്ളതാണ്. ദീർഘകാലം സന്താനങ്ങളില്ലാതെ ദുഃഖത്തിലായിരുന്ന ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ട് ശമൂവേലിനെ നൽകി അനുഗ്രഹിച്ചു. അതിൻ്റെ സന്തോഷത്തിലാണ് ഹന്ന ഈ സ്തുതിഗീതം പാടുന്നത്. ഈ ഗാനത്തിലെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനമാണ് യഹോവയെ പോലെ പരിശുദ്ധൻ ഇല്ല. ഈ വചനത്തിൽ 3 വലിയ സത്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമതായി, ദൈവം പരിശുദ്ധനാണ്. മനുഷ്യർ മാറാം, ലോകം മാറാം, ബന്ധങ്ങൾ പോലും മാറാം, എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയും വിശ്വസ്തതയും ഒരിക്കലും മാറുന്നില്ല. ദൈവം പാപരഹിതനാണ്, ദൈവം നീതിമാനാണ്, ദൈവം പരിപൂർണനാണ്. അതുകൊണ്ടാണ് നമുക്കവനിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ സാധിക്കുന്നത്. നാം ദുർബലരായിരിക്കുമ്പോഴും ദൈവം വിശുദ്ധനായി നിലകൊള്ളും. വീണ്ടും ഈ വേദഭാഗം നമ്മോട് സൂചിപ്പിക്കുന്നു, ദൈവത്തിന് തുല്യൻ മറ്റാരുമില്ല. ഹന്ന പറയുന്നു, നിന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് തുല്യനായിട്ട് മറ്റാരുമില്ല. ഇന്നത്തെ ലോകം മനുഷ്യശക്തിയെയും സമ്പത്തിനെയും സ്ഥാനമാനങ്ങളെയും വലിയതാക്കുന്നു. പക്ഷേ യഥാർത്ഥ ശക്തി ദൈവത്തിൻ്റെയാണ്. മനുഷ്യ സഹായം പരിമിതമാണ്, എന്നാൽ ദൈവത്തിൻ്റെ സഹായം പരിപൂർണമാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാവരും വിട്ടുപോയതുപോലെ തോന്നിയേക്കാം, എന്നാൽ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. മൂന്നാമതായി വചനം പറയുന്നു, ദൈവം നമ്മുടെ പാറയാണ്. പാറ നമുക്കറിയാം സ്ഥിരതയുടെ അടയാളമാണ്. കൊടുങ്കാറ്റ് വന്നാലും പാറ കുലുങ്ങുകയില്ലല്ലോ. അതുപോലെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും ദൈവത്തിൽ നിൽക്കുന്നവൻ തകരുന്നില്ല. ദൈവം നമ്മുടെ രക്ഷയും അഭയവും ആകും. ഹന്നായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, കണ്ണുനീരോട് നടത്തിയ പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമാകുന്നില്ല എന്ന്. ദൈവം ശരിയായ സമയത്ത് പ്രവർത്തിക്കുന്നു. അതിനാൽ നിരാശപ്പെടാതെ വിശുദ്ധനായ ദൈവത്തിൽ ആശ്രയിക്കാം. പരിശുദ്ധനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും തകർന്നു പോകുന്നില്ല. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വിശുദ്ധി പ്രതിഫലിപ്പിക്കുന്നതാകട്ടെ. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും നമുക്ക് ഉറച്ചു നിൽക്കാം. ദൈവം നമ്മുടെ പാറയായതിനാൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, അങ്ങയെപ്പോലെ മറ്റാരുമില്ല ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാറയും അഭയവുമായിരിക്കുന്നതിനായി നിനക്ക് ഞങ്ങൾ നന്ദി കരേറ്റുന്നു. പരീക്ഷണങ്ങളിലും ദുഃഖങ്ങളിലും അങ്ങയിൽ ഉറച്ചു നിൽക്കാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധമാക്കി അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.